എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സോമൻ പത്തിശ്ശേരിയാണ്. ദുബായിയുടെ ക്ഷേത്രനഗരിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ശരിക്കും ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ആധാരം, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വീഡിയോ ഭഗവാന്റെ വചനങ്ങളെക്കുറിച്ചിട്ട് ഭഗവത്ഗീതയിലെയും ഉദ്ധവഗീതത്തിലെയൊക്കെ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ്. ഇതിനാർക്കും ഒരു ഉപദ്രവമില്ലാതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ വചനം, ഒരു ഭഗവത്ഗീതയുടെ ഒരു വചനഭാഗം എടുത്തിട്ട് ഞാനതിനൊരു ചെറിയൊരു എക്സ്പ്ലനേഷനുമായി കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വോളിൽ വന്നിട്ട് ഷിജു ജോസഫ് എന്ന് പറയുന്ന, ഇപ്പോൾ ആൾ റിയാദിലാണ്, സൗദി അറേബ്യയിലെ റിയാദിലാണുള്ളത്, നാട്ടിലെ തൃശ്ശൂരാണ്, കുടുംബമായിട്ട് താമസിക്കുക. അയാൾ വന്നിട്ട് എന്നെ കുറേ ആക്ഷേപിച്ചു. അതുകൂടാതെ ഭഗവാനെ ആക്ഷേപിച്ച് നിങ്ങളൊക്കെ പൊട്ടത്തരങ്ങൾ പറയരുത് എന്നുള്ള ഒരു അസഹിഷ്ണുത അദ്ദേഹം രേഖപ്പെടുത്തി. ഭഗവാൻ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഭഗവാന്റെ രൂപമുണ്ട്, പക്ഷെങ്കിൽ നരസിംഹമൂർത്തിയായിട്ടുള്ള ഉഗ്ര നരസിംഹമൂർത്തിയായിട്ടുള്ള രൂപമുണ്ട്. ഇപ്പോൾ സനാതനം ഒരുപാട് ആക്രമിക്കപ്പെടുന്നുണ്ട്. ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനല്ലാതെ വേറെ ദൈവമില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആനോ ഭദ്രാഹ ക്രതവോ എന്ത് വിശദക, എവിടെയൊക്കെ നന്മകളുണ്ട് ആ നന്മകളെയൊക്കെ സ്വീകരിക്കാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശാത് പതിതം തോയം, ആകാശത്ത് നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ അരുവിയായി, ചാലായി, പുഴയായി, നദിയായി, മഹാസമുദ്രത്തിലേക്ക് ചേരുന്നത് പോലെ നിങ്ങൾ ആരെ ഭജിച്ചാലും ആ പ്രാർത്ഥനയൊക്കെ എന്നിലേക്ക് വന്നു ചേരുന്നു എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വചനങ്ങളാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് 5462 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് നമ്മൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏവരും ആചരിക്കുക. നമ്മൾ ഒരു വിശ്വാസങ്ങളെയും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിൽ കൂടെ മാത്രമേ സ്വർഗത്തിലോ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താവുന്നോ ഭഗവാൻ പറഞ്ഞിട്ടില്ല. നീ ആരെയൊക്കെ ഭജിച്ചാലും ആനോ ഭദ്രാഹ ക്രതവോ എന്ത് വിശുദ്ധ, എവിടെയൊക്കെ നന്മയുണ്ടോ ആ നന്മകളെയൊക്കെ സ്വീകരിക്കാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നീ ബൈബിളിൽ നന്മയുണ്ട് അതെടുക്കുക, ഖുറാനിലുണ്ടെങ്കിൽ എടുക്കുക, ഗുരുനാനാക്കിൻ്റെ ഗ്രന്ഥസാഹിബിലുണ്ടെങ്കിൽ അതെടുക്കുക, ബുദ്ധിൻ്റെ ഇതിലെ നന്മയുണ്ടെങ്കിൽ അതെടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഒന്നും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ പാസ്റ്റർ ഷിജു ജോസഫിന് നമ്മൾ പറയുന്ന വചനങ്ങളൊക്കെയും വളരെ പൊട്ടത്തരമായിട്ട് അദ്ദേഹത്തിന് വളരെ നിന്ദ്യമായ ഭാഷയിലാണ് എൻ്റെ ബ്ലോഗിൽ, എൻ്റെ ഇതിൽ വന്നിട്ട്, എൻ്റെ പേജിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഒരാളുടെ പേഴ്സണൽ ഇതിൽ പോയിട്ട് അവരിടുന്ന വചനങ്ങൾക്ക് ഞാൻ ആർക്കുമെതിരെ ഒന്നും പറയാറില്ല. ഭഗവാന്റെ വചനങ്ങൾ നമ്മൾക്കറിയാവുന്നത് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, സ്വല്പമെങ്കിലും നമ്മുടെ ധർമ്മത്തെ, ആചാരത്തെ, അനുഷ്ഠാനത്തെ നീ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞതുപോലെ, ആനോഭദ്രാഹ ക്രതവോ എന്ത് വിശദക എന്ന് പറഞ്ഞതുപോലെ, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ പലർക്കും അസഹിഷ്ണുത ഉണ്ടാകുന്നു എന്നതിനുള്ളൊരു വലിയ തെളിവാണ്. ഞാനിതിന് പ്രതികരിക്കാൻ വന്നതല്ല. പക്ഷേ 2-3 ദിവസമായി വിഷ്ണു സഹസ്രനാമമൊക്കെ ഭജിച്ച് ഇവിടെ വരുമ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷിജു പാസ്റ്റർ, നിങ്ങൾ ബൈബിൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭഗവത്ഗീത, മഹാഭാരതം 1,24,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൻ്റെ ഒരേടായ ഭഗവത്ഗീത, 700 ശ്ലോകങ്ങൾ, 108 ഉപനിഷത്തുകൾ, 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, അതുപോലെ ഞാനന്ന് പറഞ്ഞ അത് ഉദ്ധവഗീതം ഭഗവത്ഗീത പോലെ തന്നെ വേറെ ഇതൊന്നും വായിക്കാതെ ബൈബിൾ മാത്രം വായിച്ചിട്ട് നിങ്ങൾ അതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുക. എന്നെ നിന്ദിച്ചതിന് കുഴപ്പമില്ല, പക്ഷേ ഭഗവാനെ നിന്ദിക്കാൻ ശ്രമിക്കുക. പണ്ട് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളെ ചൊറിഞ്ഞാൽ മാന്തും. അതുകൊണ്ട് സമാധാനപരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിലെ കർത്തവ്യങ്ങളെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മിസ്റ്റർ ഷിജു ജോസഫ്, എൻ്റെ ബ്ലോഗിൽ വന്നിട്ട് നിങ്ങൾ ചിരണ്ടാനും ചൊറിയാനും നിൽക്കരുത് എന്ന് ഞാൻ ബഹുമാനത്തോട് പറയുന്നു. കാരണം സനാതനധർമ്മത്തെ ആർക്കും കയറി മേയാം, ആക്ഷേപിക്കാം, ഭഗവാനെ ആക്ഷേപിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെറ്റുപറ്റി. പ്ലീസ് അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളിലേക്ക് ഇത് എത്തുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് മറുപടി ഞാൻ വളരെ സൗമ്യമായിട്ടാണ് തന്നത്. പക്ഷേ ഭഗവാന്റെ
നാമത്തിൽ വരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിങ്ങൾ ആക്ഷേപിക്കാനും നിന്ദിക്കാനും നിന്നാൽ നിങ്ങൾക്കത് വളരെ മോശമാണ്. മാതാമന്ദാനമ്മയുടെ ഒരുപാട് ഭക്തരുണ്ട്, അവിടെ ചെല്ലുന്ന ഒരാളെ പോലും മതം മാറ്റിയിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ പേഴ്സണൽ ഇതിൽ വന്നിട്ട് നിങ്ങൾ ഒരാൾ വചനം ഇടുമ്പം അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവത്ഗീത വചനങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ ആക്ഷേപിക്കാൻ അത് പൊട്ടത്തരമൊക്കെ എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? എവിടുന്ന് ധൈര്യം വന്നു? നിങ്ങൾ നാട്ടിലേക്കൊന്നും വരില്ല. നമ്മൾ ഒരാളുടെ വിശ്വാസങ്ങൾക്കും എതിരല്ല. ഈ ദുബായിയുടെ ദേശത്ത് നിൽക്കുമ്പോൾ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം നമ്മൾ ആദ്യം മുതൽ, അതായത് നമ്മുടെ ശൈശവത്തിൽ തുടങ്ങി നമ്മൾ ഒരാളെ ആക്ഷേപിച്ചിട്ട് ഇനിയോട്ട് ആക്ഷേപിക്കില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ആക്ഷേപിക്കാനോ എന്നെ ആക്ഷേപിച്ച് എൻ്റെ പേഴ്സണൽ സ്വകാര്യതയെ നിങ്ങൾ ആക്ഷേപിച്ചു, പക്ഷെങ്കിൽ ഭഗവാന്റെ നാമത്തെ ആക്ഷേപിക്കാൻ നിന്നാൽ നിങ്ങൾക്കത് മോശമാകും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് മോശമാകുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാത് ഭവേത്. നന്ദി, നമസ്കാരം.